കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി വിദ്യാർത്ഥി അടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. കുടവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിബ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശി അജയകുമാർ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. വൈഷ്ണ പ്രഭാകരൻ ചേരുന്ന വിവരങ്ങളുമായി. വൈഷ്ണ, ഏതായാലും 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ആശുപത്രിയിലുള്ളവരുടെ നില എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ 5 പേരാണ് ഇനി ആശുപത്രിയിൽ ഉള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്, വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബാക്കി 4 പേരുടെ നില അവർക്ക് സാരമായി മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ. വലിയ കുഴപ്പങ്ങളില്ല. നിലവിൽ ചികിത്സയിൽ തുടരുന്നത് 5 പേരാണ്. കൂടാതെ ടിപ്പർ ലോറി ഡ്രൈവറും ചികിത്സയിൽ തുടരുകയാണ്. ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഹരിലാൽ, അജയകുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. 2 മുതിർന്നവരാണ്. അതുപോലെ ഒരു കുട്ടി, കാർമൽ സ്കൂളിലെ കുട്ടിയായ പാർത്ഥിബുമാണ് മരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ അജയകുമാർ എന്ന് പറയുന്നത് അജയകുമാർ ഒരു KSRTC ഡിപ്പോയിലെ മെക്കാനിക്കാണ്. അജയകുമാർ മകനെ സ്കൂളിലേക്ക് കയറ്റാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതായിരുന്നു. അതുപോലെ ബസ് കാത്തുനിന്ന കുട്ടികളും അതുപോലെ ഹരിലാൽ എന്ന് പറയുന്നത് ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. ഇവരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. രാവിലെ 7:30യോടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. വളരെ ദാരുണമായ, രാവിലെ തന്നെ നമുക്ക് കേൾക്കുന്നത് വളരെ ദാരുണമായ ഒരു അപകടമാണ്. വളരെ പെട്ടെന്ന് വളരെ അമിത വേഗത്തിൽ വന്ന ഒരു ടിപ്പർ ലോറി ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിക്കുകയും ബൈക്കിലിടിച്ച് അതുപോലെ ബസ് സ്റ്റോപ്പിൽ ഇടിച്ച് മറിഞ്ഞു വീഴുകയും, മണ്ണ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞു വീണത്. മണ്ണ് കയറ്റി വന്ന ലോറി അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിലെ കടയുടെ മതിലും അതുപോലെ ബസ് സ്റ്റോപ്പും എല്ലാം കൂടി തകർത്താണ് ഈ ഒരു ലോറി മറിഞ്ഞു വീണത്. ഈ ലോറിക്കടിയിൽ പെട്ടാണ് 8 പേരാണ് ഇതിൽ നിന്ന്, ഈ ഒരു അപകടത്തിൽ നിന്ന് 8 പേരെയാണ് പുറത്തെടുത്തത്. ഇതിൽ 3 പേരാണ് മരിച്ചത്. 5 പേർ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ചവർ താലൂക്ക് ആശുപത്രിയിൽ അവരുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അതിലൊരാൾ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നുണ്ട്. മറ്റുള്ളവർ മറ്റ് ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു അപകട കാരണം അമിതമായി മണ്ണ് കയറ്റി വന്ന, വളരെ വേഗത്തിൽ വന്ന ഒരു ലോറിയാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. ലോറി അമിത വേഗത്തിലായിരുന്നു. 8 മണി വരെയാണ് ഭാരവാഹനങ്ങൾക്ക് പോകാനുള്ള അനുമതിയുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാനുള്ള തിരക്കിനിടെ പാഞ്ഞു പോകുകയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടതാണോ എന്ന സംശയം നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം, അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമല്ല അത്, പക്ഷേ ഈ ഒരു അപകടത്തിന് കാരണം ഇതുപോലെ ലോറിയുടെ അമിത വേഗമാണോ എന്നുള്ള സംശയം തന്നെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. 15ഓളം പേർ ആ ഒരു സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി വരുന്നത് കണ്ട് ഉടൻ തന്നെ പലരും ഓടി മാറിയതിനാലാണ് ഈ ഒരു അപകടം വളരെയധികം കൂടുതലായിട്ടുണ്ടാവാതിരുന്നത്. ഇപ്പോൾ തന്നെ ശരിക്കും ഒരു വളരെ വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അപകടത്തിൻ്റെ വ്യാപ്തി കൂടാഞ്ഞത്, ബാക്കിയുള്ളവരെല്ലാം ഓടി മാറിയതിനാലാണ് അപകടത്തിൻ്റെ വ്യാപ്തി കൂടാഞ്ഞത്. അതുപോലെ തന്നെ ഒരു കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മതിലാണ്, അതാണ് ഇടിഞ്ഞു വീണത്. അതുപോലെ ആ പാറക്കല്ലും മണ്ണും ചേർന്ന് രക്ഷാപ്രവർത്തനം ഇത്തിരി ദുഷ്കരമായിരുന്നു. നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ ഇത്തിരി പ്രയാസമായിരുന്നു. JCBയും ഫയർഫോഴ്സും എത്തിച്ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആ രക്ഷാപ്രവർത്തനത്തിൽ 8 പേരെ മണ്ണിൽ നിന്ന് പുറത്തെടുത്തു എങ്കിലും 3 പേർ മരിക്കുകയായിരുന്നു. 5 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ 7:30യോടെയാണ് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഇവർക്ക് നേരെ ഈ ഒരു ലോറി പാഞ്ഞടുത്ത് ഇവിടേക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിന്ന ഈ കുട്ടികളും അതുപോലെ ബസ് കാത്തു നിന്ന ആളുകളും ഒന്നും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ച് കാണില്ല. വളരെ സന്തോഷത്തിൽ ഇപ്പോൾ ഇന്ന് ക്ലാസ്സിൽ എന്ത് നടക്കും, അതുപോലെ ഇന്നിപ്പോൾ ടീച്ചർ എന്ത് ചോദ്യം ചോദിക്കും, ഇന്ന് അടി കിട്ടുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കാത്തുനിന്ന പല കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിലൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥി, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചിട്ടുള്ളത്.
അതുപോലെ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോവുകയായിരുന്നിരിക്കാം, ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയായിരിക്കാം. എങ്ങനെയാണ് ഈ ഒരു അപകടം? അതുപോലെ മകനെ സ്കൂളിലേക്ക് യാത്ര അയക്കാൻ പോയ ഒരു അച്ഛനാണ് അതുപോലെ മരിച്ചിട്ടുള്ളത്. അങ്ങനെ 3 പേരുടെ മരണമാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇനി ഒരാളുടെ നില ഗുരുതരമാണ്. അതുപോലെ ടിപ്പർ ലോറി ഡ്രൈവറും ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ടിപ്പർ ലോറി ഡ്രൈവർ ചികിത്സയിൽ തുടരുകയാണ്. അതുപോലെ ഇനി എല്ലാവരും അവിടെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് പ്രധാനപ്പെട്ട ആളുകളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത് ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്നു വന്നത് എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു തിരക്കിനിടെ ലോറി അപകടത്തിൽപ്പെട്ടതാകാമെന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എന്തായാലും ഉടൻ തന്നെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്ന വിവരം. ദീപ്തി. ശരി, ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇത്തരത്തിൽ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥി അടക്കം 3 പേരാണ് മരിച്ചത്. കുടവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശി അജയ്കുമാർ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈഷ്ണവ് പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.